മൂപ്പിളമ തർക്കത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരളത്തിലെ കോൺഗ്രസ് അഥവാ KPCCയുടെ അവസ്ഥയിൽ പരിതപിച്ചും അതോടൊപ്പം തന്നെ ശക്തമായ വിമർശനം ഉന്നയിച്ചും KPCC പോഷക സംഘടനാ ഭാരവാഹികൾ തന്നെ പരസ്യമായി രംഗത്തെത്തി. VD സതീശൻ്റെയും അതോടൊപ്പം തന്നെ സുധാകരൻ്റെയും ഇടയിൽ നടക്കുന്ന വലിയ തോതിലുള്ള ചേരിപ്പോരിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സുധാകരൻ വിദേശ പര്യടനത്തിന് പുറപ്പെടുന്ന പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ചർച്ചകളും പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് അടിയന്തരമായി ഹൈക്കമാൻഡ് ഇടപെട്ടാണെങ്കിലും വേഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി അരയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ പറയുന്ന സീനിയർ നേതാക്കന്മാർ പരസ്പരം തമ്മിലടിക്കുന്നത്. ഇതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാനും അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ ഇടപെടാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നാണ് ഈ പോഷക സംഘടനാ ഭാരവാഹികളുടെ പ്രധാന ആവശ്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി VD സതീശനും സുധാകരനും തമ്മിലുള്ള മൂപ്പിളമ തർക്കം വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മിഷൻ 2025 എന്ന പേരിട്ടിരിക്കുന്ന ആ പ്രോജക്റ്റ് ഏറ്റെടുക്കണോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കണോ എന്നുള്ള കാര്യത്തിനകത്ത് വ്യക്തമായ ഒരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കണമെന്നും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം രണ്ടുപേരെയും പിണക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. പക്ഷേ എന്നാൽ രണ്ടുപേരുടെയും ഈ ഈഗോ കളിക്കലും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ തുടർച്ചയായി വാർത്തകളും മറ്റും പ്രശ്നങ്ങൾ വരുന്നതുമെല്ലാം കൂടുതൽ കുഴപ്പങ്ങളാക്കുന്നു എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല എങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തോൽവിക്കാകും കളമൊരുക്കുക എന്നും ഇവർ പറഞ്ഞു വയ്ക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിജയ രീതി ഇതെല്ലാം ഈ പറയുന്ന കാര്യത്തിൽ ഈ തമ്മിലടി മൂലം കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സതീശൻ വിഭാഗം ഈ കഴിഞ്ഞ പ്രശ്നങ്ങളിലെല്ലാം ഉണ്ടായ ഇഷ്യൂസിൽ സതീശൻ വിഭാഗം കനത്ത എതിർപ്പിൽ തന്നെയാണുള്ളത്. സുധാകരനെ അനുകൂലിക്കുന്നവരോടും ശക്തമായ രീതിയിൽ മുന്നോട്ട് നീങ്ങാനാണ് ഇവരുടെ ഒരു കാര്യങ്ങളിലേക്കെല്ലാം എത്തിയിരിക്കുന്നത്. ഇത് കൂടുതൽ ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോഷക സംഘടനാ ഭാരവാഹികൾ തന്നെ ഇപ്പോൾ ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇവർ ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലും കാര്യങ്ങളും നടന്ന് അത് കോൺഗ്രസിനെ വലിയ തോതിൽ സംഘടനാപരമായി ക്ഷീണിപ്പിച്ചിരുന്നു. പക്ഷേ എന്നാൽ വിജയ ശതമാനത്തെ ബാധിച്ചില്ല. അതിൻ്റെ കാരണം കേന്ദ്ര നയത്തോടുള്ള എതിർപ്പിനെ തുടർന്ന് ജനങ്ങൾ ഒന്നടങ്കം വലിയ തോതിൽ UDFിന് അനുകൂലമായി അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വിജയത്തെ ഇത് ബാധിച്ചിരുന്നില്ല. പക്ഷേ സംഘടനാപരമായി വലിയ തോതിലുള്ള തകർച്ചയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവരുടെ തമ്മിലടി കൂടുതൽ കുഴപ്പമുണ്ടാക്കും എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. നേരത്തെ മുതൽ തന്നെ KPCCയുടെ കാര്യങ്ങളിൽ സതീശൻ്റെ അമിതമായ ഇടപെടലിനെതിരെ ശക്തമായ വിമർശനം KPCC ഭാരവാഹികളുടെ അല്ലെങ്കിൽ സുധാകരനോട് അനുകൂലിക്കുന്നവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പരസ്യമായി രംഗത്ത് വന്നതോടുകൂടി കൂടുതൽ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് തന്നെയാണ് പോഷക സംഘടനാ നേതാക്കളുടെ ആവശ്യം. കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചോട്ടെ, പക്ഷെ അവർക്ക് വിഷയമില്ല. പക്ഷേ ഇത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ബാധിച്ചാൽ UDFിനെ കാത്തിരിക്കുന്നത് വലിയ തോതിലുള്ള തോൽവിയും പരാജയവുമായിരിക്കും. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ രംഗത്തിറങ്ങിയില്ല എങ്കിൽ കൂടുതൽ കുഴപ്പങ്ങളാകും ഉണ്ടാകുക. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അധികാരം ഉണ്ടെങ്കിലും അധികാരം ഇല്ലെങ്കിലും അവർ തമ്മിലടിക്കും. അധികാരം ഉണ്ടെങ്കിൽ ആ തമ്മിലടി ഇച്ചിരോടും കൂടി കൂടുതലാണ് എന്ന് മാത്രം. ഇപ്പോൾ ഇതാ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് VD സതീശൻ എല്ലാം കൂടി ഒന്നിച്ച് നടത്തണം, അല്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവും ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് ഇരിക്കും എന്നുള്ള ആ ലൈനിലുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈഗോപരമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കളമൊരുക്കിയിരിക്കുന്നത്. അടിയന്തരമായി ഉള്ള നഖവും പല്ലുമെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് ഇടപെട്ടില്ല എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും.